കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒന്നിലല്ല രണ്ടിലധികം ആളുകളുണ്ട് എന്ന് നമുക്കറിയാം. സ്വാഭാവികമായും കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ അത് സാധാരണയുമാണ്. എല്ലാ കാലത്തും കോൺഗ്രസിൽ മുഖ്യമന്ത്രി പദം കാംക്ഷിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ടാവും. ഇപ്പോഴത്തെ സവിശേഷമായ സാഹചര്യം എന്താണെന്ന് വെച്ച് കരുതിയാൽ 2026 കോൺഗ്രസ്സിന് ഭരണം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ്സുകാർ ഏതാണ്ട് പൂർണ്ണമായും വിശ്വസിക്കുന്നു. അവർക്കതിന് കണക്കുകളുടെ പിൻബലമുണ്ട്, ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട്. കഴിഞ്ഞ കുറേ കാലം നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം കോൺഗ്രസ്സിന് ജയിക്കുന്ന UDFന് വൻ വിജയമുണ്ടായി. അത് പൊതുവെ വിലയിരുത്തപ്പെട്ടത് കേരളത്തിലെ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പൊതുവായ അതൃപ്തിയാണ് ആ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നാണ്. അതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ടാകാം. അത് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാനുള്ള തെരഞ്ഞെടുപ്പായിരുന്നുകൊണ്ട് അത് കേരള സർക്കാരിൻ്റെ വിലയിരുത്തലല്ല എന്ന് CPM സ്വാഭാവികമായി പറഞ്ഞു. എന്നാലും അത് കഴിഞ്ഞ് നടന്ന അസംബ്ലി ഉപതെരഞ്ഞെടുപ്പുകളിൽ തീർച്ചയായും UDFൻ്റെ പ്രകടനം UDFന് വലിയ ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. പാലക്കാട് 2021 3000 വോട്ടിന് ജയിച്ച ഒരു സ്ഥലത്ത് അവർക്ക് 18,000 വോട്ടിന് വിജയിക്കാൻ കഴിഞ്ഞു. ചേലക്കരയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു, UDF പരാജയപ്പെട്ടു. പക്ഷേ അപ്പോഴും 2021 39,000 വോട്ടിന് LDF വിജയിച്ച ഒരു സ്ഥലത്ത് അവരുടെ ഭൂരിപക്ഷം 11,000 കുറയ്ക്കാൻ UDFന് കഴിഞ്ഞു. അത് ഭൂരിപക്ഷത്തിൽ 28,000 വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ആകെ നേടിയ വോട്ട് 84,000 നിന്നും 66,000 ഏതാണ്ട് 18,000 വോട്ടിൻ്റെ കുറവുണ്ടായി. അപ്പോൾ 28,000 വോട്ട് ഒരു അസംബ്ലി മണ്ഡലത്തിൽ, അത് കൃത്യമായും ചേലക്കര പോലെ ഇടതുപക്ഷത്തിന് വലിയ ശക്തിയുള്ള രാഷ്ട്രീയമായ അടിത്തറയുള്ളൊരു മണ്ഡലത്തിൽ 2021 നിന്നും 24 എത്തുമ്പോൾ 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വ്യത്യാസമുണ്ടാകുമ്പോൾ അത് കേരളമാകെ പ്രതിഫലിക്കാവുന്ന ഒരു വസ്തുതയാണെന്ന് എല്ലാവരും വിലയിരുത്തുന്നു. ഈ 28,000 വോട്ട് ഒരു മണ്ഡലത്തിൽ ഭൂരിപക്ഷത്തിൽ കുറവുണ്ടായാൽ പിന്നീട് LDF കേരളത്തിൽ ജയിക്കുന്ന 21 സീറ്റിലായിരിക്കും. അപ്പോൾ LDFൻ്റെ നിലവിലെ രാഷ്ട്രീയ അവസ്ഥ ഇതാണ്. ഈ അവസ്ഥയിൽ UDFന് സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ടാകാവുന്നത് സ്വാഭാവികമാണ്. അതേസമയം തന്നെ നമ്മൾ തിരിച്ച് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ LDFന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ, അതായത് പിണറായി വിജയൻ താൻ തന്നെ സൃഷ്ടിച്ച ഒരു മാനദണ്ഡം അനുസരിച്ച് 2 തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി മത്സരിച്ചാൽ പിന്നീട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ CPMൽ ഒരാൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. അപ്പോൾ പിണറായി വിജയൻ സ്വാഭാവികമായും മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കും. പക്ഷേ എന്തുകൊണ്ടാണ് LDFൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നൊരു ചർച്ച കേരളത്തിലുണ്ടാകാവുന്നത്? അതങ്ങനെ സ്വാഭാവികമായി സംഭവിക്കാത്ത കാര്യമില്ല. സ്വാഭാവികമായി ഒരു പേരും എന്റെ സംശയം അവിടെയല്ല. അങ്ങ് പറയുന്നത് ഈ 21 സീറ്റിലേക്ക് LDF ഒതുങ്ങും വിധമുള്ള വോട്ട് ചോർച്ച അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും, LDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകുമെന്ന് എങ്ങനെയാണ് അങ്ങ് ഊഹിക്കുന്നത്? അത് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നില്ല 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ്? എവിടെയൊക്കെയാണ് UDF സീറ്റ് നേടാൻ പോകുന്നത്? അത് ചർച്ച ചെയ്തിട്ട് വേണമല്ലോ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ.